ആ സാഹചര്യം ഉരുത്തിരിയാനാണ് സാധ്യത. കാരണം യുദ്ധ സാഹചര്യം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ പോർവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഹരി വിപണി വല്ലാത്ത ഇടിവിലാണ്. ഇന്ന് സെൻസെക്സ് പോസിറ്റീവാണ്, പക്ഷെ നിഫ്റ്റി ഇന്നും നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റൊഴിഞ്ഞു പോകുന്നു അവരുടെ ഓഹരികൾ എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഇരിക്കെ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നുണ്ട്, പക്ഷേ ഇറാന്റെ ഉപാധികൾ സ്വീകരിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇഷ്ടമില്ല. ആ സാഹചര്യത്തില് യുദ്ധം ഇനിയും നീണ്ടുപോയേക്കാം, ഒരുപക്ഷെ പൂർവാധികം ശക്തി പ്രാപിച്ചേക്കാം. ഒരു സാഹചര്യത്തില് അമേരിക്കൻ കോൺഗ്രസ് ട്രംപിനെ വിലക്കുന്നുണ്ട് യുദ്ധവുമായി മുന്നോട്ട് പോകരുത് എന്ന്. പക്ഷേ ട്രംപ് ഒരു കെണിയിൽപ്പെട്ടതുപോലെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും നിവൃത്തിയില്ല, യുദ്ധവുമായി മുന്നോട്ട് പോകാനും നിവൃത്തിയില്ല എന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അതോടൊപ്പം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, അമേരിക്കയിൽ വിലക്കയറ്റമുണ്ട്. ലോകത്താകമാനം യുദ്ധം വിലക്കയറ്റം വരുത്തി വെച്ചിട്ടുണ്ട്. ഇന്ധന വില വർധനവ്, ഇന്ധന ലഭ്യതയില്ല കുറഞ്ഞത് ഒക്കെ കാരണം കൊണ്ട്. അപ്പോൾ അമേരിക്കയിലെ വിലക്കയറ്റം മൂലം ഫെഡറൽ റിസർവ് ഒരു പക്ഷേ ഏറ്റവും അടുത്ത തവണ തന്നെ ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അമേരിക്കൻ ബാങ്ക് റേറ്റ്, റിസർവ് ബാങ്കിന്റെ റേറ്റ് ഉയർത്തിയേക്കാം. അങ്ങനെ റേറ്റ് ഉയർത്തുകയാണെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ദേശങ്ങളിലെ ഓഹരി വിപണികളിൽ നിന്ന് വലിയ തോതില് പണം അമേരിക്കൻ ഡോളറിലേക്കും അമേരിക്കൻ ബോണ്ടുകളിലേക്കും ഫെഡറൽ റിസർവ് ബോണ്ടുകളിലേക്കും ട്രഷറി ബോണ്ടുകളിലേക്കും ഒക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ വീണ്ടും കനത്ത തിരിച്ചടി രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവും ഉണ്ടാകും. അതൊക്കെ ഭയന്നിട്ടാണ് ഇപ്പോഴേ സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൊണ്ട് അമേരിക്കൻ ഡോളറിലേക്കോ അതുമല്ലെങ്കിൽ അമേരിക്കൻ ഡോളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമേരിക്കൻ ബോണ്ടുകൾ, ട്രഷറി ബോണ്ടുകൾ പോലെയുള്ളവയിലേക്കോ ഒക്കെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വിലയിൽ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അമേരിക്കൻ ഡോളർ വളരെ ശക്തി എന്ന് വെച്ചാൽ സ്വർണം വാങ്ങാനുള്ള കമ്പം കുറയണം. അങ്ങനെ കുറയാതിരിക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ അതായത് പിന്നെ ഡിമാൻഡ് എങ്ങനെ നിന്നാലും ഈ ആഗോള സാഹചര്യങ്ങൾ ഇങ്ങനെ പോയാല് സ്വർണത്തിന്റെ വിലയിൽ ഇടിവുണ്ടാകും. ആ ഇടിവുണ്ടാകുന്നത് സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് താനും. ാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ സ്വർണം ഇനിയിപ്പോൾ വാങ്ങാനിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടതായി തന്നെയാണോ പറയേണ്ടത്? എന്റെ അഭിപ്രായം അത് തന്നെയാണ്, കുറച്ചുകൂടി കാത്തിരിക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അങ്ങനെ, അതായത് വേവുവോളം കാത്തിരുന്നാൽ 6 വോളം കാത്തിരിക്കരുതോ എന്ന് ചോദിക്കുന്നത് പോലെ. 1,30,000 നിന്ന് ഇപ്പൊ 1,00,000 ചുറ്റുവട്ടത്തിൽ കിടന്ന് കളിക്കുകയാണ് സ്വർണത്തിന്റെ വില. അത് തീർച്ചയായിട്ടും കുറച്ച് താഴേക്ക് വന്നേ പറ്റൂ. ഒരു 80,000 റേഞ്ചിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.